വചനം തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സാമുവലിൻ്റെ 1-ാം പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിലുള്ള ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ അധ്യായത്തിലുള്ള 22-ാമത്തെ വചനം, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ആ ഒരു സംഭവം. കിഷിൻ്റെ മകനാണ് സാവൂൾ. കഴുതകളെ കാണാതെ ആയപ്പോൾ സാവൂളിനെ കഴുതകളെ തേടി യാത്രയാക്കുകയാണ്. എവിടെയാണ് കഴുത പോയതെന്ന് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരണം, അതാണ് സാവൂൾ പോകുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ കഴുതകളെ തേടി തേടി നടക്കുന്ന ഈ സാവൂളിനെ ഒടുവിൽ രാജാവാക്കി മാറ്റുകയാണ്. സാമുവലിന് ദൈവത്തിൻ്റെ ദർശനം കിട്ടുന്നു, പ്രവചനം കിട്ടുന്നു, ഈ സാവൂളിനെ രാജാവാക്കി മാറ്റണം. അങ്ങനെ സാവൂളിനെ രാജാവാക്കി മാറ്റുകയാണ്. സാവൂള് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് രാജാവായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പാണ്, വലിയൊരു കരുതൽ നമ്മളവിടെ കാണുകയാണ്. ഈ സാവൂള് വളരെ ഭംഗിയായിട്ട് രാജ്യം നയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമലേക്കർ യുദ്ധം ചെയ്യാൻ വരുന്നു. യുദ്ധം ചെയ്യാൻ വരുമ്പോൾ കർത്താവ് ഈ സാവൂളിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിച്ചോളാം, നീ പേടിക്കണ്ട. സാവൂളിന് മാത്രമല്ല, സാവൂളിൻ്റെ കൂടെയുള്ള ദൈവജനത്തിന് മുഴുവനും അറിയാം, സൈന്യബലം കൊണ്ട് മാത്രം യുദ്ധം ജയിക്കുകയല്ല, കർത്താവിൻ്റെ സഹായം ഇല്ലായെങ്കിൽ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുകയില്ല എന്ന് സാവൂളിനും സാവൂളിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു പ്രാർത്ഥനയും ഉള്ളിൻ്റെ ഉള്ളിലൊരു ദൈവാശ്രയബോധം ഒക്കെ ഈ സഹോദരങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പം കർത്താവ് ഈ അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് സാവൂളിനോട് പറഞ്ഞു, നീ അമലേക്കരെ നശിപ്പിക്കണം, അവരെ മുഴുവനും കൊന്നൊടുക്കണം, ഒന്നുപോലും മാറ്റി വെച്ചേക്കല്ല. നല്ലതൊക്കെ കാണും ചിലപ്പം, അതൊന്നും നീ നിൻ്റേതാക്കരുത്, അവിടെയുള്ള ഒന്നും നിൻ്റെ സ്വന്തമാക്കരുത്, മുഴുവനും നശിപ്പിക്കണം. അത് ഈ കർത്താവിൻ്റെ ഒരു കൽപ്പനയായിരുന്നു. അതായിരുന്നു സാവൂളിന് കർത്താവ് കൊടുത്തൊരു നിർദ്ദേശം. സാവൂള് അന്നേരമൊക്കെ തലയാട്ടി സമ്മതിച്ചു, ഓ കർത്താവെ, ഒക്കെ അനുസരിച്ചേക്കാം, ഒക്കെ ചെയ്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ സാവൂള് യുദ്ധം ചെയ്യാൻ പോവാണ്. അമലേക്കരുടെ അടുത്ത് യുദ്ധം തുടങ്ങുന്നു, അമലേക്കരെ തോൽപ്പിക്കുന്നു. വളരെ എളുപ്പത്തിൽ അമലേക്കരെ തോൽപ്പിക്കാൻ, അങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓരോരുത്തരെയും ജനത്തൊക്കെ ഇങ്ങനെ കൊന്നൊടുക്കി വരുമ്പോൾ ഈ സാവൂള് കണ്ടു കുറേ നല്ല ആടുകൾ, അങ്ങനെ കുറേ നല്ലതായിട്ട് കുറേ കാര്യങ്ങൾ കാണുകയാണ്. സാവൂള് പെട്ടെന്ന് സാവൂളിൻ്റെ കണ്ണ് അവിടെ അങ്ങ് പശ വെച്ച് ഒട്ടിച്ച പോലെ ആയിപ്പോയി. പിന്നെ അവിടുന്ന് കണ്ണ് പറിക്കാൻ പറ്റുന്നില്ല. കർത്താവ് വേണ്ടാന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷെ സാവൂളിനൊരു ചിന്ത, അല്ല എന്തിനാ ഇതിനെയൊക്കെ കൊന്നു കളയണത്, എന്തിനാ ഇതിനെ നശിപ്പിക്കണത്, ഇതിനെ അങ്ങ് എടുത്തിട്ട് കുറച്ച് ബലി അർപ്പിക്കാമല്ലോ, നല്ലതല്ലേ, അപ്പോൾ ഏറ്റവും നല്ലത് ബലി അർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ കർത്താവ് ഇതിനൊന്നും കൊല്ലണമെന്ന് പറഞ്ഞു കാണുകയല്ല, മനുഷ്യരെ കൊല്ലാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങ് തന്നിഷ്ടം ചേർക്കാൻ, തൻ്റെ മനസ്സിൻ്റെ പ്ലാനുകളും തൻ്റെ മനസ്സിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കിടയിൽ വെച്ചിട്ട് വായിക്കാൻ ആരംഭിച്ചു നമ്മുടെ സാവൂള് ആ നല്ല ആടുമാടുകളെയും ആട്ടിൻകുട്ടികളെയും അതുങ്ങളെ ഒന്നും കൊല്ലാതെ മാറ്റിവെക്കുകയാണ്. അത് അമലേക്കരുടെ ഭാഗത്തു നിന്ന് പിടിച്ചു പറിച്ച് തന്നെ എടുത്ത് അങ്ങ് മാറ്റിവെക്കുകയാണ്. ഈ കാര്യം കർത്താവിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കർത്താവ് ചെറിയൊരു കാര്യമാണ് ഈ സാവൂളിനോട് പറഞ്ഞത്, നീ അമലേക്കരെ തോൽപ്പിച്ചുകൊള്ളുക, മുഴുവനും നശിപ്പിച്ചേക്കണം, ഒന്നും നിൻ്റെ സ്വന്തമാക്കാൻ. അത് കർത്താവിൻ്റെ കൽപ്പനയായിരുന്നു. പക്ഷെ സാവൂള് ആ കൽപ്പനയിൽ അല്പം തന്നിഷ്ടം ചേർക്കാൻ ദൈവത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു കർത്താവ്. അപ്പോൾ തന്നെ കർത്താവ് സാമുവലിനെ വിളിക്കുകയാണ്. സാമുവലിനെ വിളിച്ചിട്ട് പറയാണ്, സാമുവൽ, എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു, എൻ്റെ ഹൃദയം നോവുന്നു, എൻ്റെ ഹൃദയം വേദനിക്കുന്നു. കർത്താവ് പറയാൻ, ദൈവത്തിൻ്റെ ഒപ്പം സാമുവലും പൊട്ടിക്കരയാൻ. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാമുവലും ദൈവവും പൊട്ടിക്കരയാണ്. എന്തോർത്തിട്ട്? സാവൂള് കൽപ്പന ലംഘിച്ചു, സാവൂള് ദൈവത്തിൻ്റെ ഒപ്പം നിന്നില്ല. കാരണം സാവൂളിനെ തെരഞ്ഞെടുത്തപ്പോൾ, സാവൂളിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കൂന്ന്, ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് നീങ്ങൂന്ന് ദൈവം പ്രതീക്ഷിച്ചു. പക്ഷേ സാവൂള് വൻ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷെ സാവൂളിന് തോന്നുന്നില്ല തെറ്റാന്ന്. അവിടെയാണ് നമുക്ക് അത്ഭുതം തോന്നുക. ഇത്രയൊക്കെ ചെയ്തിട്ടും സാവൂളിന് ഒരു അസ്വസ്ഥതയും ഇല്ല, ഒരു വിഷമവും തോന്നുന്നില്ല. വളരെ വലിയൊരു കാര്യം ചെയ്തു എന്നുള്ള മട്ടിലാണ് നമ്മുടെ സാവൂള് മുന്നോട്ട് വരിക. സാമുവൽ ആ രാത്രി കർത്താവിൻ്റെ ഒപ്പമൊക്കെ കരച്ചിൽ കഴിഞ്ഞിട്ട്
സാവൂളിനെ തേടി വരുന്നുണ്ട്. ഇങ്ങനെ തേടി വരുമ്പോൾ സാവൂള് സാമുവലിനെ ദൂരേന്നെ കണ്ടപ്പോഴേ സാവൂള് സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുകയാണ്. എന്നിട്ടോ സാമുവലിനെ കണ്ട പാടെ വിളിച്ചു പറയാണ്, ഓ ദൈവപുരുഷൻ, ഞാൻ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നിറവേറ്റി, കൽപ്പന മുഴുവനും അനുസരിച്ചു, വലിയ നേട്ടം കൊയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സാമുവല് സങ്കടത്തോടെ, ഇവൻ എന്നാ പണിയാ ചെയ്തത്, ഇവൻ എന്തേ ഇങ്ങനെ കാണിച്ചത്, ഇവന് മനസ്സിലാകുന്നില്ലല്ലോ. സാമുവൽ മുഴുവൻ പറഞ്ഞെടുത്തു, മോനെ നീ ചെയ്തത് വലിയ തെറ്റ്, നീ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ലല്ലോ, നീ കർത്താവിൻ്റെ വാക്കുകളെ ചെവി കൊടുത്തില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആടുകൾ കരയണു, കാളകൾ ഒച്ചയുണ്ടാക്കണു, സ്വരം കേൾക്കുകയാണ്. ഉടനെ സാമുവൽ ചോദിച്ചു, എവിടെന്നാ ഈ കാളയുടെയും ആടിൻ്റെയും ഒക്കെ ഒച്ച വരണത്? ഉടനെ നമ്മുടെ സാവൂൾ പറഞ്ഞു, അത് അമലേക്കരുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയോ? ദൈവത്തിന് ബലിയർപ്പിക്കാൻ. അതിനൊരു ന്യായീകരണം പറയാൻ, പാപം ചെയ്തിട്ട് ന്യായീകരിക്കാൻ, പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി വേണമല്ലോ, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ന്യായീകരണം പറയുന്ന സാമുവല് വേദനയോടെ പല ആവർത്തി സാവൂളിനെ തിരിച്ചറിവിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സാവൂളിനൊന്നും തിരിയുന്നില്ല. സാവൂളിന് തെറ്റാണെന്ന് ബോധ്യം വരുന്നില്ല. സാവൂളിനത് പാപത്തിലേക്കാണ് താൻ നടന്നു നീങ്ങിയതെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലൊക്കെ ഇത് സംഭവിച്ചിട്ടില്ലേ? ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട്, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട്, ഒരു ഓഫീസ് നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട്, ഒരു വലിയ ദൗത്യം ഇടവക തലത്തിലോ രൂപതാ തലത്തിലോ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ തന്നെയോ കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞ പോലെ ചെയ്യാതെ തന്നിഷ്ടം കലർത്തിയിട്ട് അവിടെ മറ്റുള്ളവരുടെയും ദൈവത്തിൻ്റെയും മനസ്സ് കീറി മുറിച്ച സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ഇല്ലേ? കർത്താവ് കരയും, എന്നെ ഓർത്ത്, നിന്നെ ഓർത്ത്. അങ്ങനെ തന്നിഷ്ടം എപ്പോൾ കാണിക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ മനസ്സ് വേദനിക്കും. സത്യത്തിൽ സാവൂളിനെ ഓർത്ത് കർത്താവ് കുറേ വേദനിച്ചു. സാമുവൽ പറഞ്ഞു, ഒടുവിൽ സാവൂളിന് അല്പം പോലും മാനസാന്തരം വരുന്നില്ല, സാവൂളിന് അല്പം പോലും തൻ്റെ പാപത്തിൻ്റെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സാമുവൽ പറഞ്ഞു സാവൂളിനോട്, ഇതാ നിനക്ക് ദൈവം തന്ന അധികാരം, രാജകീയമായിട്ടുള്ള സ്ഥാനം, സമ്പത്ത്, സന്തോഷം, സമൃദ്ധി മുഴുവനും കർത്താവ് പിൻവലിക്കുകയാണ്. നിന്നെ ആ സ്ഥാനത്ത് നിന്ന് മുഴുവനും കർത്താവ് നീക്കം ചെയ്യാൻ. ഇത് കേട്ടപ്പോൾ സാവൂളിന് വലിയ സങ്കടമായി. സാവൂൾ പിന്നെ അതിനെ ഓർത്ത് അനുദപിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ചില സമയത്തെങ്കിലും കർത്താവ് നമ്മളെ പുറത്താക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചില സമയത്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് ചില ദൗത്യങ്ങളിൽ നിന്ന്, ചില കാര്യങ്ങളിൽ നിന്ന് പാടെ നീക്കം ചെയ്തതിൻ്റെ കാരണം എന്തായിരുന്നു? അനുസരണക്കേടായിരുന്നോ? സാമുവല് സാവൂളിനോട് പറയുന്നുണ്ട്, നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ലല്ലോ പ്രധാനപ്പെട്ടത്, കർത്താവ് പറഞ്ഞ കാര്യം നീ അനുസരിച്ചില്ലല്ലോ. മകനെ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. 1 സാമുവേൽ 15:22 ഈ വചനം നമ്മുടെ മനസ്സിൽ ഇന്ന് എഴുതി വെക്കണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നിന്റെ ദൈവം നിന്നോട് എന്താവശ്യപ്പെട്ടു അത് നിറവേറ്റാൻ നിനക്ക് കടമയുണ്ട്. നിനക്കത് നിറവേറ്റാൻ ഉത്തരവാദിത്വം ഉണ്ടെന്ന് കർത്താവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അല്പം പോലും നമ്മുടെ പ്ലാനോ നമ്മുടെ പദ്ധതിയോ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ അതിലേക്ക് വെള്ളം ചേർക്കാൻ ഇടവരുത്തല്ലെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതിലല്ല, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിലാണ് വരപ്രസാദം അടങ്ങുക. വലിയ കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നവരാകാം നമ്മൾ, മിടുക്കരാണല്ലോ, നമുക്ക് എന്തേരെ കഴിവുള്ളത്, ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്നിട്ട് 1 മിനിറ്റ് പോലും നമ്മൾ ഇരിക്കുകയല്ല. എന്തേരെ അധ്വാനിക്കുന്നു, എന്തേരെ കഷ്ടപ്പെടുന്നു, എത്ര രാവുകളെ പകലുകളാക്കി കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷെ അത് ദൈവത്തിൻ്റെ കൽപ്പനയാണോ? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? ദൈവം പറഞ്ഞിട്ടാണോ ചെയ്യുക? വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ് വരപ്രസാദം. നമുക്കതൊന്ന് ചിന്തിച്ചു നോക്കണം. എവിടെയാണ് എൻ്റെ തെറ്റ് വരിക? എവിടെയാണ് എൻ്റെ വരപ്രസാദം കുറഞ്ഞു പോയത്? എപ്പോഴാണ് എൻ്റെ കൃപ ചോർന്നു പോയത്? അനുസരണക്കേടിലാണോ? എങ്കിൽ നമുക്ക് തിരിച്ചു നടക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ ചാവറയച്ചൻ അച്ഛൻ ആദ്യ നാളുകളിൽ ആശ്രമ ജീവിതമൊക്കെ തുടങ്ങാൻ ആരംഭിക്കുന്ന കാലഘട്ടം, ആശ്രമത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ വലിയ പ്ലാനുകളൊക്കെ മനസ്സിലങ്ങ് തയ്യാറാക്കാൻ, മാന്നാനത്ത് സ്ഥലം തയ്യാറാക്കണം, അവിടെ ആശ്രമം പണിയണം, അങ്ങനെ അങ്ങ് മനസ്സിൽ വലിയ സ്വപ്നം കാണുകയാണ്. അങ്ങനെ അവിടുത്തെ മെത്രാൻ സ്റ്റെബിലിനി മെത്രാൻ്റെ അടുത്തൊക്കെ പോയി അനുവാദമൊക്കെ വാങ്ങി, മെത്രാൻ അനുവാദം കൊടുത്തു, സന്തോഷമായി. ഇങ്ങനെ സന്തോഷമായിട്ട് വരുമ്പോഴാണ് ആർച്ച് ബിഷപ്പ് ചാവറയച്ചനെതിരെ നിൽക്കുന്നത്. ആർച്ച് ബിഷപ്പ് പറഞ്ഞു, പറ്റില്ല, ഇപ്പം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് ഒരു വിലക്ക് ഏർപ്പാടാക്കുകയാണ്.
മാത്രമല്ല ഈ ആർച്ച് ബിഷപ്പ് എന്നാ ഇതെന്നറിയാവോ, ഈ ചാവറ അച്ഛനെ ഒരു വികാരിയായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. കുറച്ച് നാളത്തേക്ക് മിണ്ടാതിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. എന്താണേലും ചാവറയച്ചൻ അതങ്ങ് അനുസരിച്ചു. ഒന്നും സ്വരമുയർത്താനോ പ്രതികരിക്കാനോ എതിർക്കാനോ അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിക്കാനോ ഇല്ല. നിശബ്ദത പാലിക്കുന്നു, അങ്ങ് അനുസരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയായിരിക്കും. പക്ഷേ മാന്നാനത്ത് ആശ്രമം പണിയാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ടല്ലോ, ഈ ചാവറയച്ചൻ എന്നാ ചെയ്തെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് അരമനെ ചെല്ലും. എന്നിട്ട് പറയും, പിതാവേ നമുക്കവിടെ ആശ്രമം തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് പറയും. അപ്പോൾ ഒക്കെ പിതാവ് പറയും, ഏയ് ഇല്ല, ഇപ്പോഴല്ല, സമയമായിട്ടില്ല, പൊക്കോ, തിരിച്ചു പൊക്കോ, അങ്ങനെ പറയും. പക്ഷേ എത്ര പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞിട്ടും പിന്നെയും പതുക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ചാവറച്ചൻ ചെല്ലും. ഒടുവിൽ ചാവറച്ചന് വിലക്ക് കിട്ടി, ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ പോകത്തില്ല. പക്ഷെ ഈ ചാവറച്ചൻ എന്നാ ചെയ്തെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് അപേക്ഷ അയച്ചുകൊണ്ടേയിരിക്കും. തുടങ്ങട്ടെ, ആശ്രമം തുടങ്ങട്ടെ, അനുവാദം തരാവോ. ഞാൻ ഓർക്കുകയാണ് ഈ ചാവറച്ചൻ്റെ ഒരു ക്ഷമ. എത്ര പ്രാവശ്യം നമ്മളൊക്കെ ആണെങ്കിൽ 1 പോവും 2 പോവും, അതോടുകൂടി നിർത്തി, ഫുൾ സ്റ്റോപ്പ്. പിന്നെ അവിടെ കോമ പോലും ഇടുകയില്ല, പിന്നെ സെമിക്കോളൻ ഒന്നുമില്ല, ഫുൾ സ്റ്റോപ്പ്. അത് നടക്കുകയില്ല, അത് വിട്ടു പോയി, നിരാശയായി. ചാവറയച്ചൻ പിന്നെയും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ചാവറയച്ചൻ അനുസരണയോടെ കാത്തിരിക്കുകയാണ്, എളിമയോടെ കാത്തിരിക്കുകയാണ്. ഒടുവിൽ ആർച്ച് ബിഷപ്പ് തന്നെ അനുവാദം കൊടുക്കുന്നു, ആശ്രമ ജീവിതം ആരംഭിക്കാൻ വലിയ അനുവാദം കിട്ടുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം, ഈ ചാവറയച്ചൻ പറഞ്ഞൊരു വാക്ക്, അന്ന് എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പം അനുസരിച്ച ആ നാളുകളിൽ തന്നെ എൻ്റെ ആശ്രമ ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അനുസരിക്കാൻ ആര് മനസ്സുണ്ടോ അവർ വലിയവരാണ് ദൈവസന്നിധിയിൽ. ആരനുസരിക്കുന്നു അവർ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുകയാണ്. ആര് അനുസരിക്കാൻ മനസ്സ് വെക്കുന്നു അവരെ ദൈവം മാനിക്കും, ഒരു സംശയവും വേണ്ട. എല്ലാ വിശുദ്ധാത്മാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ ദൈവത്തെ മാത്രം അനുസരിച്ചു, മനുഷ്യരെ അനുസരിക്കുന്നു എന്ന രീതിയിലല്ല. ഇത് ദൈവം ഇഷ്ടപ്പെടുന്നു, ഇത് ദൈവം ആഗ്രഹിക്കുന്നു, ഇത് ദൈവത്തിൻ്റെ സ്വരം. അങ്ങനെ കണ്ടിട്ട് അവരനുസരിച്ചത് കൊണ്ടാണ് അവർ സ്വർഗത്തിലെത്തിയത്. അതാണ് അവർക്ക് എളുപ്പമായിട്ട് മാറിയത്. വിശുദ്ധ പാദ്രെ പിയോ ഓർക്കുന്നില്ലേ? പാദ്രെ പിയോ ഒരുപാട് വലിയ വിശുദ്ധനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മഹാവിശുദ്ധനാണ് പാദ്രെ പിയോ, പഞ്ചക്ഷതധാരിയാണ് ഈ വിശുദ്ധൻ. എത്ര ദൈവത്തെ സ്നേഹിക്കാവോ, ഈശോ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു ചിന്തയില്ല പാദ്രെ പിയോയ്ക്ക്. പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നാൽ മണിക്കൂറുകൾ അങ്ങ് ഈശോയിൽ ലയിച്ചിരിക്കുകയാണ്. എത്ര വലിയ ഒരു സ്നേഹമായിരുന്നു ഈശോയോട്. ഇങ്ങനെ ഇരിക്കുന്ന പാദ്രെ പിയോയെ കാണാൻ ഒരുപാട് മനുഷ്യർ വരും, ഒത്തിരി പേര് വരും പാദ്രെ പിയോയെ കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ പാദ്രെ പിയോയ്ക്ക് ഒരു വിലക്ക് കിട്ടുകയാണ്. ഇനി ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണ്ട, ഇനി ആരെയും കാണണ്ട, കുറച്ച് നാളത്തേക്ക് മുറിയിൽ ഒതുക്കപ്പെട്ട അവസ്ഥയിൽ കഴിയണം. പാദ്രെ പിയോ സന്തോഷമായിട്ട് സ്വീകരിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ പോയില്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ പറയാവോ, എൻ്റെ ഭാഗത്ത് എന്താ ആരോപണമുള്ളത് എന്ന് പറയാവോ, ഇല്ല, ഒരു സ്വരവും ഇല്ല. അങ്ങ് നിശബ്ദമായിട്ട് സ്വീകരിക്കുന്നു, അതിനെ അങ്ങ് ഉൾക്കൊള്ളുകയാണ്. എന്നാ വേണേലും ഞാൻ സമ്മതിച്ചു കൊള്ളാം, എന്താണെങ്കിലും അധികാരികൾ എന്തു പറയുന്നുവോ ഞാൻ അതിനെ സ്വീകരിച്ചു കൊള്ളാം. അധികാരികൾക്ക് വിധേയപ്പെടുന്ന പാദ്രെ പിയോയെ നമ്മൾ കാണുകയാണ്. 3-4 ദിവസങ്ങളല്ല കേട്ടോ, 5 വർഷത്തോളമാണ് പാദ്രെ പിയോ സഹിച്ചത്. 5 വർഷത്തോളം ഒരു മുറിക്കുള്ളിൽ പരസ്യമായിട്ട് ബലി അർപ്പിക്കാൻ അനുവാദമില്ല, കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ല. ജനങ്ങളാണെങ്കിൽ മുറിക്ക് പുറത്ത് തിക്കും തിരക്കും കൂട്ടുകയാണ്, അവരിങ്ങനെ വന്ന് നിർബന്ധിക്കുകയാണ്. പക്ഷേ ആരുടെ അടുത്തേക്കും പാദ്രെ പിയോ പോകുന്നില്ല, കാരണം അനുവാദമില്ല. ആരുടെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല, ആരുമായിട്ടും സംസാരിക്കാൻ അനുവാദമില്ല, ആരുമായിട്ടും ഒരു ഇടപെടലുകൾ നടത്താൻ അനുവാദമില്ല. വേണ്ട, പാദ്രെ പിയോ വളരെ ശാന്തനാണ്, വളരെ സൗമ്യതയോടുകൂടെ തന്നെ ഈ ഒരു അനുഭവത്തെ അങ്ങ് സ്വീകരിക്കാൻ അനുസരിക്കുകയാണ്, ഭൂമിയോളം താഴ്ത്തുകയാണ്, തന്നെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടല്ല, തൻ്റെ ഭാഗത്തു നിന്ന് ബോധപൂർവം ഒരു വീഴ്ചയും പാദ്രെ പിയോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ പാദ്രെ പിയോയ്ക്ക് മനസ്സിലായി, ഇത് ദൈവം എന്നിൽ നിന്ന് എന്നെ അനുസരണം പഠിപ്പിക്കുകയാണ്, വിധേയപ്പെടാൻ പഠിപ്പിക്കുകയാണ്, എളിമപ്പെടാൻ പഠിപ്പിക്കുകയാണ്, എന്നിൽ തന്നെ ശുദ്ധീകരണം വരുത്തേണ്ട ചില മേഖലകളുണ്ടെന്ന് കർത്താവ് എന്നെ പഠിപ്പിക്കുകയാണ്. തന്നെ ശുദ്ധീകരിക്കാൻ, തന്നെ എളിമപ്പെടുത്താൻ പാദ്രെ പിയോ വിട്ടുകൊടുക്കുന്നു. ആരോടും പിണക്കം കാണിച്ചിട്ടില്ല, ആരോടും മുഖം വാടി നടക്കുകയോ സങ്കടപ്പെട്ട് നടക്കുകയോ കരഞ്ഞ് കാറിക്കൂവി നാട്ടുകാരെ അറിയിക്കുകയോ ഇല്ല. എന്നെ ഇവർ പീഡിപ്പിക്കുന്നു, എന്നെ ഇവർ വിഷമിപ്പിക്കുന്നു, എന്നോട് അവരിങ്ങനെ ചെയ്യുന്നു, എന്നെ ഇങ്ങനെ അനുവദിക്കാതിരിക്കുന്നു, ഇല്ല, ആരെയും അറിയിച്ചില്ല. പാദ്രെ പിയോ വളരെ നിശബ്ദത പാലിച്ച് ആ മുറിയിൽ ഒതുങ്ങിക്കൂടുകയാണ്. എൻ്റെ ഈശോയും ഞാനും, എൻ്റെ ഈശോ ഞാൻ, അത് മതിയായിരുന്നു, ഈശോ മാത്രം മതിയായിരുന്നു പാദ്രെ പിയോയ്ക്ക്. 5 വർഷമൊക്കെ കഴിഞ്ഞപ്പം
അധികാരികൾക്ക് മനസ്സിലായി പാദ്രെ പിയോ നിഷ്കളങ്കനാണെന്ന്. പാദ്രെ പിയോയിൽ ഒരു തെറ്റും അവർ എങ്ങനെ ശ്രമിച്ചിട്ടും കാണാൻ പറ്റിയില്ല. ഒടുവിൽ വിലക്കങ്ങ് മാറ്റുക എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുക ജനത്തിനെ വന്ന് കാണാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ. അന്ന് ബലിയർപ്പിച്ചപ്പം നിങ്ങൾക്കറിയാവോ, അതുവരെയും ആ 5 വർഷം മനസ്സിലൊതുക്കിയ സങ്കടം, ആ 5 വർഷം മനസ്സിലൊതുക്കിയ കണ്ണുനീരും സങ്കടം ഇല്ലാതിരിക്കുമോ? ആർക്കാണേലും സങ്കടം ഉണ്ടാവും. ആ വേദന മുഴുവൻ ഒതുക്കിയത് ഈശോ അങ്ങ് സ്വീകരിച്ചിട്ട്, 5 വർഷത്തെ വേദന ഈശോ സ്വീകരിച്ചിട്ട് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന കുരിശിലെ മുറിവുകൾ, ആ 5 മുറിവുകളും പാദ്രെ പിയോയുടെ ശരീരത്തിൽ അങ്ങ് പതിപ്പിച്ചു കൊടുക്കുകയാണ്. പഞ്ചക്ഷതം സ്വീകരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ, പിന്നീടുള്ള ബലിയർപ്പണങ്ങളിലൊക്കെ പങ്കുചേരാൻ കിലോമീറ്ററുകളിൽ നിന്ന് പോലും ദൂരെ നിന്ന് പോലും ജനം ഒഴുകിയെത്തുമായിരുന്നു. എത്ര ആയിരങ്ങളാണ് ഈ പാദ്രെ പിയോയുടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ഓടി വരാറെന്നറിയോ? അത്രയും വലിയൊരു വിശുദ്ധനെ സഭയ്ക്ക് സമ്മാനിക്കാൻ സഭയ്ക്ക് ലഭിച്ചതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, അനുസരണം. ഭൂമിയോളം അനുസരിച്ചു പാദ്രെ പിയോ. ഒരല്പം പോലും പരാതിയില്ലാതെ അനുസരിച്ചു പാദ്രെ പിയോ. എന്തിനാ ഞാൻ അനുസരിക്കണം? ഞാനൊരു വൈദികനല്ലേ? എന്താ തെറ്റ്? ഞാൻ എന്തെങ്കിലും വികൃതി കാണിച്ചോ? എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെടുക? എൻ്റെ കഴിവിൽ അസൂയ കണ്ടിട്ടല്ലേ? അല്ലെങ്കിൽ എന്നോടുള്ള അരിശം കൊണ്ടല്ലേ? എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? പല നെഗറ്റീവ് ചിന്തകളും വന്നിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുക. ഈശോ കൂടെയുള്ളവന് ഇതൊന്നും വിഷയമല്ല. ഈശോ കൂടെയുള്ളവന് ഏത് രീതിയിലും അനുസരിക്കാൻ വളരെ എളുപ്പമാണ്. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. പിന്നെ മറുത്തൊരു ചോദ്യം ചോദിക്കാൻ, അതിനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ ഒരു പരിശ്രമവും ഇല്ല. അനുസരിക്കുന്നു പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ. ഉള്ളത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഉള്ളം കൊടുക്കുന്നതല്ലേ? എൻ്റെ ഉള്ള് മുഴുവനും കൊടുക്കുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? അനുസരണം പുണ്യവാൻ, അനുസരണക്കേട് പാപവാൻ. ചെറിയ കാര്യമാവും ഈശോ ആഗ്രഹിക്കുക, ചെറിയ കാര്യവും ഒരുപക്ഷെ നിൻ്റെ അധികാരി നിന്നിൽ നിന്ന് ആവശ്യപ്പെടുക. അതങ്ങ് അനുസരിച്ചാൽ നിന്നെ കർത്താവ് അങ്ങ് ഉയർത്തും ആകാശത്തോളം. പാതാളത്തോളം നിന്നെ താഴ്ത്തുന്നു നിൻ്റെ പ്രിയപ്പെട്ടവരെന്ന് നിനക്ക് തോന്നിയാലും ആകാശത്തോളം നിന്നെ ഉയർത്തും നിൻ്റെ ദൈവം. എങ്ങനെയെങ്കിൽ നീ അനുസരിച്ചാൽ. നമുക്കറിയാം, മരിയ ജോൺ വിയാനി എന്ന് പറയുന്ന വിശുദ്ധൻ കുമ്പസാരത്തിൽ നിന്ന് ഒരിക്കലും ഈ അച്ഛന് വിലക്ക്, നീ ഇനി കുമ്പസാരിക്കാൻ പാടില്ല. അധികാരികൾ പറയാൻ ഇനി കുമ്പസാരിപ്പിക്കണ്ടെന്ന്. എല്ലാവരും സംശയിച്ചു, അതെന്താ അങ്ങനെ പറയാൻ? നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, എന്തെങ്കിലും കുരുത്തക്കേട് കാണും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിലക്ക് കിട്ടുകയില്ല, എന്തെങ്കിലും ഒരു 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 കൈപ്പഴവ് അവിടെ വന്നിട്ടുണ്ട്, എന്തോ ഒരു അപാകത ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പല രീതിയിലും വിമർശനങ്ങളൊക്കെ തൊടുത്തുവിടാൻ സാധ്യതയുണ്ട്. പക്ഷേ വിയാനിയച്ചൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു. ഒരു ചെറിയ അസ്വസ്ഥത അവിടെ വന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, ഇനി കുമ്പസാരിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അതങ്ങ് അനുസരിക്കുകയാണ്. അനുസരിച്ചു. ഏതാനും കാലം കഴിഞ്ഞപ്പം അധികാരികൾക്ക് മനസ്സിലായി ഈ വിയാനിയച്ചൻ വിശുദ്ധനാണ്. പിന്നെ അങ്ങ് നമുക്കറിയാലോ, ഒഴുക്കാണ് കുമ്പസാരിക്കാൻ. എത്ര ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് വിയാനിയച്ചൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ജനം വന്നുകൊണ്ടിരുന്നത്. കുമ്പസാരിപ്പിക്കുന്നവരുടെ മധ്യസ്ഥൻ എന്നുള്ള പേര് പോലും സഭയിൽ ലഭിച്ചു ഈ വിയാനിയച്ചന്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആര് കർത്താവ് പറയുന്നത് അനുസരിക്കുന്നുവോ, ആര് തന്നെ താഴ്ത്തുന്നുവോ, അവർക്ക് ആന്തരികമായ ബാഹ്യമായ പഞ്ചക്ഷതത്തിൻ്റെ അനുഭവങ്ങളുണ്ടാവും. ഉറപ്പാണ് ആ കാര്യം. അനുസരിക്കുന്നവർക്ക് ആ ഒരു പഞ്ചക്ഷതത്തിൻ്റെ അനുഭവം പാദ്രെ പിയോയ്ക്ക് ഉണ്ടായ പോലെ ശരീരത്തിലുണ്ടാകാം, അതല്ലെങ്കിൽ മനസ്സിൽ ആന്തരികമായിട്ടുണ്ടാകാം. ബാഹ്യമായിട്ടൊക്കെ ഇന്ന് പലർക്കും പഞ്ചക്ഷതങ്ങൾ കിട്ടുന്നു. പക്ഷേ ആന്തരികമായിട്ട് പഞ്ചക്ഷതത്തിൻ്റെ അനുഭവം കിട്ടുന്നവരാണ് നമ്മളിൽ പലരും. ആന്തരികമായി മനസ്സ് കീറി മുറിയാണ് ചില കാര്യങ്ങളുടെ സമയത്ത്, ചില സംഭവങ്ങൾ നടക്കുമ്പോൾ, ചില തീരുമാനങ്ങളുടെ നേരത്ത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ മുന്നോട്ടുള്ള നടത്തിപ്പിലൊക്കെ നമ്മുടെ മനസ്സ് കീറി മുറിയുന്ന അനുഭവം. അനുസരിക്കാൻ, വിധേയപ്പെടാൻ, എളിമപ്പെടാൻ, ഒന്ന് താന്നു കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഉയർത്തൂന്ന് ഈ സമയം കർത്താവ് തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോവാണ്. ആദ്യം ധ്യാനിപ്പിക്കാനൊക്കെ തുടങ്ങുന്ന കാലഘട്ടമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ട്രെയിനിൽ പകുതി യാത്ര ചെയ്തപ്പോഴാണ് എന്നോട് പറയാൻ, എൻ്റെ കൂടെ വരാൻ ലീഡ് ചെയ്യാം എന്ന് പറഞ്ഞ സിസ്റ്റർ വരാൻ പറ്റാതെയായി. സിസ്റ്ററിൻ്റെ ചാച്ചൻ മരിച്ചു, സിസ്റ്റർ വരികയില്ലെന്ന് പറയാൻ. എനിക്ക് തന്നെ അങ്ങനെ അതൊരു ഇംഗ്ലീഷ് ധ്യാനമാണ്, അത് ബ്രദേഴ്സ് സെമിനാരിക്കാർക്കുള്ള ധ്യാനമാണ്. രണ്ടും കൂടിയൊക്കെ ആയപ്പം എനിക്ക് വല്ലാത്ത അസ്വസ്ഥത. പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, വേറെ ആളെ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ എത്തി ധ്യാനം തുടങ്ങേണ്ട സമയമായപ്പം എന്നോട്
വീണ്ടും ഏൽപ്പിച്ച ആൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ആദ്യത്തെ 1 മണിക്കൂർ ഒന്ന് കൈകാര്യം ചെയ്യും, ഞാൻ ഉടനെ എത്തിയേക്കാം, പിന്നെ പേടിക്കേണ്ട, ഞാൻ എത്തിക്കഴിഞ്ഞാൽ മൊത്തം ലീഡ് ചെയ്തേക്കാം. അങ്ങനെ എനിക്കൊരു അറിയിപ്പ് കിട്ടുകയാണ്. ഞാൻ ആദ്യത്തെ 1 മണിക്കൂറല്ലേ വേണ്ടു, ഓക്കെ ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യാൻ ലീഡ് ചെയ്യാൻ. ആ 1 മണിക്കൂർ കഴിയാറായപ്പോഴേക്കും അടുത്ത ഫോൺ കോൾ എനിക്ക് വരികയാണ്. ഇയാൾക്ക് പനിയാണ്, ലീഡ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്ക് പനി പിടിച്ചു, അദ്ദേഹം അന്ന് വരികയില്ല, പിറ്റേ ദിവസമേ വരത്തുള്ളൂ. എന്നോട് പറഞ്ഞു അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ ഈശോ അങ്ങ് സഹായിച്ചോളും, ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ എന്നോട് പറയാൻ. ഞാൻ അന്നത്തെ ദിവസം പോട്ടെ, ഇച്ചിരി സമയമേ അതെങ്ങനെയെങ്കിലും ചെയ്യാം. അങ്ങനെ ഈശോയിൽ ആശ്രയിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് ആ ദിവസത്തെ ശുശ്രൂഷ ചെയ്തു. നേരം വെളുത്ത് അടുത്ത ആ ദിവസത്തിൻ്റെ ശുശ്രൂഷകൾ തുടങ്ങാറായപ്പം ഞാൻ വിളിക്കുകയാണ്, എന്തേ വരാത്തത്, ഈ ആൾ എത്തിയില്ലല്ലോ, ലീഡ് ചെയ്യാമെന്ന് പറഞ്ഞ ആൾ. വിളിച്ചപ്പം പറയുന്ന ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഇനി വരാൻ പറ്റുകയില്ല ഒരു കാരണവശാലും. ധ്യാനം തുടങ്ങി ഇത്രയായി, എനിക്ക് ധ്യാനം ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നു അന്ന് കർത്താവ് സഹായിച്ചൊരനുഭവം, അനുസരണത്തിൻ്റെ പേരിൽ മാത്രം മുന്നോട്ട് പോയ അന്ന് ഞാൻ കണ്ടു ആ ധ്യാനം ഏറ്റവും നല്ലൊരു ധ്യാനമായിട്ട് മാറിയതും. വലിയ 72 സഹോദരന്മാർ അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തായിരുന്നു. ആ ധ്യാനത്തിൽ ഒരു 60 പേർക്കെങ്കിലും ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരിക്കലും കിട്ടാത്ത അത്രയും ശക്തമായിട്ടുള്ളൊരു അനുഭവം അന്ന് സ്വന്തമാക്കിയിട്ട് തിരിച്ചു പോകുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. എപ്പോഴൊക്കെ കർത്താവിനെ അനുസരിച്ചിട്ടുണ്ടോ, എൻ്റെ ബുദ്ധിയിലോ ശക്തിയിലോ ആശ്രയിച്ചിട്ട് എപ്പോഴൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടോ, അന്നേരമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൃപയിൽ മാത്രം ശരണം വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ, അന്നേരമൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഓരോ സമയവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സഹോദര സഹോദരി, അനുസരണം നമ്മളെ കൂടുതൽ ശ്രേഷ്ഠകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ അനുസരണമാണ് നമ്മളെ എപ്പോഴും സഹായിക്കുക. അനുസരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ, ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കും. അനുസരിക്കാൻ ഈശോയുടെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഈശോ മുന്നോട്ട് പോയത് അനുസരണത്തിൻ്റെ പേരിൽ തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഇതായിരുന്നു, ഇങ്ങനെ സഹിക്കണമെന്ന്. നിന്ദനങ്ങളേറ്റ്, പരിഹാസങ്ങളേറ്റ്, തെറ്റിദ്ധരിക്കപ്പെട്ട് വലിയൊരു കുറ്റവാളിയെ പോലെ ഒരു കുരിശിൽ മരിക്കേണ്ടി വരുന്ന അനുഭവം ഈശോ സഹിച്ചത് അനുസരണ കൊണ്ട് മാത്രമാണ്. ഈശോ സഹിച്ചത് അനുസരിക്കുന്നത് കൊണ്ട് മാത്രം. പീലാത്തോസിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ പീലാത്തോസ് പോലും പറയുന്നു, ഞാൻ ഈ മനുഷ്യനൊരു കുറ്റവും കാണുന്നില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ഉണ്ടായിട്ടല്ല. ഈശോയിൽ കുരിശിൻ്റെ മരണം, ഈശോ കുരിശിൽ മരിക്കാൻ അവരെന്ന് കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഈശോ അതിനെ അങ്ങ് സ്വീകരിക്കുന്നത് അനുസരണ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അനുസരണത്തിൻ്റെ വലിയൊരു മാതൃകയാണ് ഈശോ കാണിച്ചു തരിക. ഗത്സമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ഈശോ നമ്മൾ ഓർക്കുന്നില്ലേ, ഈശോ പറയുന്നു, പിതാവേ കഴിയുമെങ്കിൽ ഈ കാസ മാറ്റിത്ത, അല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. പിതാവിൻ്റെ ഇഷ്ടം എന്താണോ ആ അനുസരിക്കാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ശിരസ്സിലെ മുൾമുടി ധരിപ്പിച്ചപ്പോഴും, അവർ പരിഹസിച്ചപ്പോഴും, അവർ ശരീരം മുഴുവൻ ചാട്ട കൊണ്ട് ആഞ്ഞാഞ്ഞടിച്ച് കീറി മുറിച്ചപ്പോഴും, ആ ശരീരം മുഴുവൻ ഒറ്റ മുറിവ് പോലെ ആയി മാറിയപ്പോഴും അതൊക്കെ സഹിച്ചത് അനുസരണയുള്ളത് കൊണ്ട് മാത്രം. അനുസരിക്കാൻ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് മാത്രമാണ് ഈശോ ആ അനുഭവങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുക. ആരനുസരിക്കാൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി പൂവിടുകയാണ്, ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്. കുരിശിലെ മരണം അനുസരണത്തിൻ്റെ വലിയൊരു മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ കാണുന്നില്ലേ, എത്രയോ വലിയ അനുസരണമാണ് പരിശുദ്ധ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. പരിശുദ്ധാത്മാവിൽ നീ ഗർഭിണിയാവും, അമ്മയോട് പറയാണ് ദൈവദൂതൻ. അമ്മ ഉടനെ പറയണു, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ അവിടെ ഒരു വേറെ ചിന്തയിൽ ഒരു സെക്കൻഡ് തോട്ട്, രണ്ടാമത്തെ ഒരു ചിന്ത ഇല്ല. അമ്മ അങ്ങ് സമർപ്പിക്കുകയാണ്, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എന്ത് ദൈവം പറയുന്നുവോ ഞാൻ അനുസരിക്കാൻ സന്നദ്ധയാണ്. അമ്മയുടെ ജീവിതം മുഴുവൻ അനുസരണത്തിൻ്റെ ഒരു ജീവിതമായിരുന്നു. എന്തിനും ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരെ നിൽക്കാൻ അമ്മ തുനിഞ്ഞിട്ടില്ല. എപ്പോഴും അമേൻ അമേൻ അമേൻ. ഒന്ന് ഓർത്ത് നോക്കുക, ആദ്യത്തെ മംഗളവാർത്തയൊക്കെ കിട്ടിയിട്ട് ഔസേപ്പിതാവിനോട് ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കും? അമ്മ അനുഭവിച്ചൊരു മാനസിക സംഘടനമുണ്ട്. അമ്മ ഒരിക്കലും ഔസേപ്പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞൊന്നും നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല. പക്ഷെ അമ്മ അവിടെ നിശബ്ദത പാലിക്കുകയാണ്. അമ്മ ഒന്നും മിണ്ടുന്നില്ല, പക്ഷെ ദൈവം തന്നെ ഇടപെടുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുകയില്ല, എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുകയില്ല. അത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളിയോടാണെങ്കിൽ പോലും, സഹോദരങ്ങളോടാണെങ്കിൽ പോലും എല്ലാ കാര്യവും ചിലപ്പോൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റുകയില്ല, നിശബ്ദത പാലിക്കേണ്ടി വരും. ദൈവം ഇടപെടും അവിടെ, ദൈവത്തിൻ്റെ ഒരു കരം ഉണ്ടാവും അവിടെ, ദൈവം നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും അവിടെ. നമുക്കനുസരിക്കാം. എത്രത്തോളം എളിമപ്പെടാവോ, എത്രത്തോളം താഴ്ന്നു കൊടുക്കാവോ നമുക്ക് താഴ്ന്നു കൊടുക്കണം. അല്ല എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ എൻ്റെ തന്നിഷ്ടം വന്നാൽ, എൻ്റെ പ്ലാനുകൾ വന്നാൽ, എൻ്റെ ഇഷ്ടങ്ങൾ വന്നാൽ,
എന്നെ ഓർത്ത് ദൈവം കരയേണ്ടി വരും. സാമുവലിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞില്ലേ, എൻ്റെ ഹൃദയം വേദനിക്കുന്നു, സാവൂളിനെ രാജാവാക്കിയതിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. സഹോദരങ്ങളെ, എന്നെ ഓർത്ത് എൻ്റെ കർത്താവ് ഇന്ന് കരയുവോ? കരയുന്നുണ്ടോ? എന്തേ ചിലപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് വേദനിക്കണത് കർത്താവ് കരയണ കണ്ടിട്ടാണോ? ഒന്ന് ഓർത്ത് നോക്കിയേ. എൻ്റെ കർത്താവിന് എന്നെ കാണുമ്പോൾ സന്തോഷമാണോ? എൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവിൽ നിന്ന് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കർത്താവ് എന്നെ കാണുമ്പോൾ സ്നേഹമുള്ളൊരു കുഞ്ഞാണ്, സ്നേഹമുള്ളൊരു മോളാണ്, അങ്ങനെ പറയൂ എൻ്റെ കർത്താവ്? അല്ല, എന്നെ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവ് കരയുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഇച്ചിരി തന്നിഷ്ടവും ഇച്ചിരി അഹങ്കാരവും ഇച്ചിരി സ്വാർത്ഥതയും ഇച്ചിരി ജഡത്തോടുള്ള സുഖവും സന്തോഷവും താല്പര്യമൊക്കെ ആണെങ്കിൽ നമുക്കതിനെയൊക്കെ ഒന്ന് മാറ്റിവെക്കാം. നല്ല ദൈവത്തിൻ്റെ വഴിയിലേക്ക്, നല്ല ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആരെയും നമുക്ക് അനുസരിക്കാം. എളിമ വേണം കേട്ടോ അനുസരിക്കാൻ. എളിമയുണ്ടെങ്കിൽ അനുസരിക്കാൻ പറ്റൂ. ഒരു പക്ഷേ ഡോക്ടറിനെ നമ്മൾ അനുസരിക്കും, മരുന്ന് കഴിക്കണമല്ലോ, സുഖം കിട്ടണമല്ലോ, അതുകൊണ്ട് അനുസരിക്കും. പോലീസിനെ അനുസരിക്കും, പേടിയുള്ളതുകൊണ്ടാണ്. അധികാരിനെ അനുസരിക്കും, ജോലി ചിലപ്പം നമ്മളെ പറഞ്ഞു വിട്ടാലോ എന്ന് പേടിച്ചിട്ടാണ്. നമ്മളെക്കാൾ താഴ്ന്നവരൊക്കെ അനുസരിക്കണമെങ്കിൽ എളിമയുണ്ടെങ്കിലേ പറ്റുള്ളൂ. എളിമയുള്ളൊരു ഹൃദയം നമുക്ക് ചോദിക്കാം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു ഈ എളിമ, വിശുദ്ധാത്മാക്കളിലുണ്ടായിരുന്നു ഈ എളിമ. നമുക്ക് പ്രാർത്ഥിക്കാം. കുറെ കൂടെ എളിമയോടും ശാന്തതയോടും കൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ. കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയില്ലെങ്കിലും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ നേടി. ചെയ്യുന്ന കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ മിടുക്കരാണ്. ഈശോ നമ്മളെ കണ്ട് സന്തോഷിക്കും. ഈശോയ്ക്ക് നമ്മളെ കാണുമ്പം സന്തോഷിക്കാൻ വകയുണ്ടാവും. നമുക്ക് അതിനുള്ള കൃപയ്ക്കായി കർത്താവിനോട് ചോദിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, രാവും പകലും ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുമ്പം ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നിൻ്റെ ഇഷ്ടത്തിൻ്റെ ഇടയിൽ ഇടകലരാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ, നിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ച് അത് പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. മറ്റൊന്നും ചിന്തിക്കാതിരിക്കാൻ, മറ്റൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ, നിൻ്റെ ഇഷ്ടം മാത്രം പൂർത്തീകരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാലും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.